അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ വാഴ സിനിമ കണ്ടുട്ടോ. അപ്പൊ ഈ ഹൈപ്പിനനുസരിച്ച് ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, അതിനും മേലെ എന്ന് പറയില്ലേ, അങ്ങനെയാണ് പടം. എന്താ പറയാ, അത്രയ്ക്ക് നമ്മള് ഫസ്റ്റ് ഹാഫ് പറഞ്ഞാല് ഫുള്ള് കോമഡി വെച്ച, സെക്കൻഡ് ഹാഫ് നമ്മളടി ഇമോഷണലി നമ്മളടി ഇരുത്തി കളയും. അത്ര നമ്മളെ ചിന്തിപ്പിച്ച് ആകെ മൊത്തം സങ്കടപ്പെടുത്തി കളയും കേട്ടോ. ശരിക്കും നമ്മളെ എല്ലാവർക്കും, എല്ലാ മനുഷ്യന്മാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാട്ടോ പടം എടുത്ത് വെച്ചിരുന്നത്. അതിൽ അഭിനയിച്ച ഓരോരുത്തരായാലും അവർക്ക് കൊടുത്ത ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ക്യാരക്ടർ വെച്ചാലും അടിപൊളിയായിട്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ബിജുക്കുട്ട കേട്ടോ. അയ്യോ, ആ സീന്, സെക്കൻഡ് ഹാഫില് സീന് കണ്ടിട്ട് അത് കരഞ്ഞുട്ടോ. ഭയങ്കര സങ്കടമായി. നമുക്ക് എന്തായാലും അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണ, ഇവിടെ പറയുമ്പോൾ തന്നെ കണ്ണിൽ വെള്ളം വരട്ടെ, നമുക്ക് അത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റണ നമ്മുടെ ഒരു ജീവിതം തന്നെ കേട്ടോ സിനിമ. അപ്പോൾ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെ കേട്ടോ. ഒട്ടും നിങ്ങൾക്ക് പൈസ പോയി എന്ന് പറയേണ്ട ഒരു അവസരമേ വരില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരിക്കലും ഒരു നഷ്ടം പറ്റില്ല. അത്രയ്ക്ക് അടിപൊളി പടമാണ്. ഫ്രണ്ട്സിന്റെ ഇടയിൽ വെച്ചാൽ നമ്മളെ ജീവിതത്തിനായിട്ട് അത്രയ്ക്കും അടുത്തൊരു സാധാരണക്കാരുടെ ജീവിതത്തിനായിട്ട് അത്രയ്ക്കും റിലേറ്റ് ചെയ്യാൻ പറ്റണ ഒരു കഥ തന്നെ കേട്ടോ. സിനിമ കാണുമ്പോൾ നമുക്ക് അയ്യോ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളും ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെ നമുക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു വലിയ നടന്മാരും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വളർന്നു വന്ന താരങ്ങൾ വെച്ചിട്ട് എടുത്തൊരു അടിപൊളി പടം തന്നെ കേട്ടോ. കൂടുതലായിട്ട് എന്താ പറയാന്നറിയില്ല, അത്രയ്ക്കും അടിപൊളിയാണ്. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെ. ഒരു വലിയ നടന്മാരും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വളർന്നു വന്ന താരങ്ങൾ വെച്ചിട്ട് എടുത്തൊരു അടിപൊളി പടം തന്നെ കേട്ടോ. കൂടുതലായിട്ട് എന്താ പറയാന്നറിയില്ല. എത്ര മസിൽ പിടിച്ചിരിക്കണ ആളാച്ചാലും ഒരിറ്റ് കണ്ണീരെങ്കിലും കണ്ണു തരാതിരിക്കില്ല. അത്രയ്ക്ക് നമുക്ക് ഇവിടെ സങ്കടം വരും. സിനിമ കണ്ട് വീട്ടിലെത്തിയപ്പോഴേക്ക് ഭയങ്കര സങ്കടം കേട്ടോ. എന്താ അറിയില്ല, സിനിമ കണ്ടതിന്റെ ഒരു എഫക്റ്റ് ആട്ടോ. ഭയങ്കര ഒരു ഫീലിംഗ്, ഒരു സങ്കടം. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളാണല്ലോ ഇതൊക്കെന്നിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ അത് ഒരിക്കലും നഷ്ടപ്പെടുത്തണ്ടല്ല. എല്ലാരും പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം കേട്ടോ. പിന്നെ അതിലെ പാട്ട് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള പാട്ടാട്ടോ. പിന്നെ ഞാൻ ഒരിക്കലും ഒരാളൊരു പാട്ട് പാടുക പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല. അല്ലാതെ ഈ ഒരു നാണക്കേടുള്ള കാര്യമാണ് ഈ പാട്ട് പാടുന്നത് എന്ന് പറഞ്ഞാല്. പക്ഷെ എപ്പോഴും വായില് നമ്മളിങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഒരു മൂളി കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാട്ടോ ഇപ്പത്. ഈ ഒരു 4-5 വരി എനിക്ക് അറിയൊന്നുമില്ല പാടാന്, എന്നാലും ഞാൻ പാടട്ടോ. ഹൈപ്പിച്ച് ലോപ്പിച്ച് അങ്ങനൊന്നും ഇല്ല കേട്ടോ. എനിക്ക് അറിയുന്ന പോലെ കുറച്ച് ഇങ്ങനെ പാടാൻ ശ്രമിക്കുക. തമ്മിൽ പിണങ്ങി പോകല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ, കൂടെ പിറന്നവരല്ലേ, ഹൃദയം മുറിയും ആഴലിന്നാണം. അപ്പോഴേ നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെയും കൂടെപ്പിറപ്പിൻ്റെയും കൂടെ പിറക്കാതെ കൂടെപ്പിറപ്പായ ചില ചങ്കോളുണ്ടാവില്ലേ, അവരുടെ പേരും കൂടി ഒന്നതിൻ്റെ അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ. ചെറിയ പിണക്കങ്ങളാച്ചാൽ അതിങ്ങനെ തന്നെ അങ്ങോട്ട് തീരട്ടെ.